ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ പണി ഗരം മസാല ഉണ്ടാക്കലാണ്. ഗരം മസാലയ്ക്കുള്ള സാധനങ്ങളെല്ലാം തന്നെ മിക്സ് ചെയ്ത് വറുത്തോണ്ടിരിക്കുകയാണേ. നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നതെല്ലാം ഫസ്റ്റ് ക്വാളിറ്റി സ്പൈസസ് ആണ്. മുമ്പും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ എല്ലാ പ്രോഡക്ട്സിലും ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ അജയേട്ടൻ തകൃതിയായിട്ടുള്ള പണിയിലാണ്. ഇനി വേണ്ടത് നമുക്ക് ഇഡ്ഡലി ചമ്മന്തിപ്പൊടി. അത് കുറച്ച് ഓർഡറേ ഉള്ളൂ, 200 ഗ്രാമിൻ്റെ ഓർഡറേ വന്നിട്ടുള്ളൂ. പക്ഷേ അതും നമ്മൾ തയ്യാറാക്കും. ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കും കേട്ടോ. ചിലർക്ക് എരിവ് എത്രത്തോളം കൂടുതൽ വേണം എന്ന് പറയും, ചിലർക്ക് എരിവ് കുറവ് മതി. ആ രീതിയിലൊക്കെ നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. ഒരു വശത്തെ വറുക്കലും പൊടിക്കലും ഒക്കെ നടക്കുന്നതിനിടയിൽ ഞാൻ സാധനങ്ങളൊക്കെ തൂക്കി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് നല്ല പണി കിട്ടി. പെടലി നന്നായിട്ടൊന്ന് ഉളുക്കി. അതിൻ്റെ വേദനയും കൊണ്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അജയേട്ടൻ അടുക്കളപ്പണി ഇച്ചിരി കൂടുതലാണിന്ന്. അങ്ങനെ ഗരം മസാലപ്പൊടി റെഡിയായി കഴിഞ്ഞു. നമ്മുടെ വീട് മുഴുവൻ ഇതിൻ്റെ ഒരു നല്ല സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഓരോ കസ്റ്റമേഴ്സിൻ്റെ അടുത്തും ഗരം മസാലപ്പൊടി എത്തുമ്പോൾ അവർ പറയാറുണ്ട്, ബോട്ടിൽ തുറക്കുമ്പം തന്നെയുള്ളൊരു സുഗന്ധത്തിൻ്റെ കാര്യം. പെടലി പെടലി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് വെള്ളം ചൂടാക്കി ചെറുതായിട്ടൊന്ന് ചൂട് വയ്ക്കാമെന്ന് വിചാരിച്ചു. രാവിലെ പുട്ടാണ് ഉണ്ടാക്കിയത്. ഇന്ന് ഓട്സ് പുട്ടാണ് കേട്ടോ റെഡിയാക്കിയത്. ഓട്സ് പുട്ടും കടലക്കറിയും സൂപ്പർ കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റായിരുന്നു. നമ്മുടെ ഗരം മസാലപ്പൊടി ഇട്ടുള്ള കറിയും കൂടെ ആകുമ്പം പിന്നെ കൂടുതലൊന്നും പറയണ്ടല്ലോ. ഇന്ന് മഴയൊക്കെ അല്പം മാറി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 3-4 ദിവസത്തേക്ക് ഉണങ്ങാതിരുന്ന തുണിയൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടുന്നുണ്ട്. ഇനിയും വിശേഷങ്ങളുമായി വീണ്ടും കാണാം.